വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കണ്ടോളൂ. കാരണം നിങ്ങൾ ചിലവാക്കാൻ പോകുന്ന പൈസയുടെ പകുതി നിങ്ങൾക്ക് ചിലപ്പോൾ ഈ വീഡിയോയിലൂടെ സേവ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്നല്ലേ പറയാം. നമ്മളിൽ മിക്കവർക്കും സ്വന്തമായിട്ടൊരു 4-വീലർ ഉണ്ടായിരിക്കും. സ്വാഭാവികമായിട്ട് അതിൽ ഫാസ്ടാഗ് കൂട്ടി ടോൾ എത്തുന്നതിന് തൊട്ട് മുന്നേ ആയിരിക്കും ഫാസ്ടാഗിൽ ബാലൻസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത്, അത് റീചാർജ് ചെയ്യുന്നത് ഒക്കെ ചെയ്യുന്നത് അല്ലേ. പക്ഷേ ഫെബ്രുവരി 17 മുതൽ ഇതിന് ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. NPCയുടെ പുതിയ റൂൾ പ്രകാരം 2025 ഫെബ്രുവരി 17 മുതൽ നമ്മുടെ ഫാസ്ടാഗിൻ്റെ ബാലൻസ് ടോൾ ബൂത്ത് എത്തുന്നതിന് 1 മണിക്കൂർ മുമ്പേ അപ്ഡേറ്റഡ് ആയിരിക്കണം. ആ അപ്ഡേഷൻ മാത്രമായിരിക്കും ടോൾ ബൂത്തിൽ കാണിക്കുക. അതായത് നമ്മളിപ്പം തൊട്ട് മുന്നേ ടോൾ ബൂത്ത് എത്തുന്നതിന് തൊട്ട് മുന്നേ റീചാർജ് ചെയ്തു എന്ന് വിചാരിച്ചു. പക്ഷേ നമ്മുടെ കയ്യിൽ എത്ര ബാലൻസ് ഉണ്ടെങ്കിലും ആ ബാലൻസ് ഫാസ്ടാഗിൽ കാണിക്കില്ല. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മുടെ ഫാസ്ടാഗിൽ ഒരു 100 രൂപയുണ്ട്. നമ്മൾ ടോൾ എത്തുന്നതിന് തൊട്ട് മുന്നേ 500 രൂപ കയറ്റി. പക്ഷേ ടോളിൽ കാണിക്കുന്നത് നമ്മുടെ ഈ 100 രൂപ മാത്രമായിരിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ടോൾ ബൂത്ത് എത്തുന്നതിന് 1 മണിക്കൂർ മുന്നേ തന്നെ നമ്മുടെ ഫാസ്ടാഗിൽ ബാലൻസ് ഉണ്ടോ, സഫീഷ്യൻ്റ് ആയിട്ടുള്ള ബാലൻസ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ഇല്ല എന്നുണ്ടെങ്കിൽ ടോൾ ബൂത്തിൽ എത്തുമ്പോൾ നമ്മൾ അതിന് ഇരട്ടി ഫൈൻ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇനി മുതൽ നമ്മുടെ ട്രാവൽ പ്ലാനിങ്ങിൽ ബാക്കിയുള്ള കാര്യങ്ങളെ പോലെ തന്നെ ഇമ്പോർട്ടൻസ് ഫാസ്ടാഗ് ചാർജിങ്ങിനും ഉണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഒരു ഇൻഫോർമേറ്റീവ് കണ്ടന്റ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതേപോലെ തന്നെ വാഹനങ്ങളുള്ള നിങ്ങളുടെ മറ്റ് ഫ്രണ്ട്സിന് ഇത് അയച്ചു കൊടുക്കുക. അപ്പോൾ ഇതേപോലെ മറ്റ് വീഡിയോകൾക്കായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.